ഗ്യാങ് ഫണ്ട് 14-ാം തീയതിയാ. 14 നമ്മൾ പറഞ്ഞ ഡേറ്റ്. 14 13 വെയിറ്റ് ഞാൻ പുതിയ തോക്കെടുത്തിട്ടേ 14 എല്ലാരും ട്രാവൽ ചെയ്യും. ഗൈസ് 14-ാം തീയതി കോച്ചിന്റെ ഒരു മീറ്റപ്പ് ഉണ്ട്. കോച്ച് ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കോച്ച് വിചാരിച്ചിട്ടുണ്ടല്ലോ, കോച്ച് മറ്റേ സ്ഥിരം എല്ലാരും പറയല്ലേ എല്ലാരും വാങ്ങോ എന്ന് പറഞ്ഞ് കോച്ച് വിളിച്ച്. കോച്ച് വിചാരിച്ച് 5 പേരെ വരുള്ളൂ എന്ന് വിചാരിച്ച് ടിവിയിൽ 25 പേര് ലിസ്റ്റ് ഇട്ട് പുള്ളി ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് ഇപ്പൊ ലോണൊക്കെ അപ്ലൈ ചെയ്തിരിക്കുകയാണ് ആള്. വിട്ട് പ്രതീക്ഷയിൽ ഇത്രയും പേര് വരുമെന്ന്. പിള്ളേർ എവിടെയെങ്കിലും പോകാൻ നോക്കിയിരിക്കുവായിരുന്നു ചെന്നൈയിലോട്ട്. കോച്ച് എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ മറ്റേ പൂളൊക്കെ എടുത്തിടാൻ. അത് കണ്ടിട്ടാണ് പിള്ളേർ കൂടിയത്. ഇനിയിപ്പോ പോറ്റിക്ക് വേറൊന്നും ചെയ്യാനില്ല. 3 ദിവസം പോറ്റണം, അതാണ്. അതെ 3 ദിവസം നിങ്ങളെ സിറ്റിയിലില്ല. ഞാനിവിടെ ദേവൂട്ടന്റെ കൂടെ പാപ്പം തിന്നാൻ കൈകൊണ്ട് മറ്റേ കിളിയൊക്കെ കഴിഞ്ഞ് മറ്റേ പാട്ടൊക്കെ കേട്ടിരിക്കാം. ദേവട്ടിനെ വാറ് കളിക്കാൻ വേണ്ടി ചെറുക്കം 3 പിറ്റേ എടുത്തെന്ന് പറയുന്നത്. ഞാൻ എന്റെ PO ഉണ്ട്, ഞാനാ കളിച്ചത് കേട്ടോ, മനസ്സിലായ? നീ അവിടെ സംസാരിച്ചിട്ട് മാതിരി കേട്ടത്. യാർ കീബോർഡ് മൗസ് പിടിച്ചത് തെരിയില്ല. ബ്രോ ടിവിയിലെ ഏറ്റവും OG പ്ലെയർ ആണ്. ടിവിയിലെ ഏറ്റവും OG പ്ലെയർ പരുന്ത് ദിവസമാണ്. ആരാന്ന് വെച്ചാൽ ഇറങ്ങിപ്പോ സൂപ്പർ. അതെ, പിന്നെ നീ സ്കൈഡാസ് എന്ന് പറയാൻ ഞാൻ തീട്ടവേ. സ്കൈ പറയുന്നത് അടുത്ത റിക്രൂട്ട്മെന്റ് സ്കൈ ആണെന്ന് പറയുന്നത്. പിന്നെ இவர் வந்துட்டு சிட்டில இறங்க போறாராம் ஸ்கை. அப்புறம் இறங்குனதுக்கு அப்புறமா இந்த வாசு எவட அவன சுடதான் போறாராம் வந்து ஃபர்ஸ்ட் டைரக்டா. டைரக்ட் கொல்ல സിറ്റുവേഷൻ നേരെ ഒക്കത്തെ ചെറിയല്ലേ ഓട ഓടണ്ട നാണേ சொல்லிட்டேன். 3 ദിവസം കപ്പിളാർപ്പി ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. നീലൻ ഉറക്കം വന്ന് തൂങ്ങിയിരിക്കും. എന്റെ ബ്രെയിൻ സ്ലോയാ. ടിവി ലൊക്കേഷൻ കരടി സാബു. ഈ നമ്പർ കൊടുത്തു. അപ്പൊ മീറ്റപ്പ് കഴിഞ്ഞിട്ടാണോ ഗ്യാങ് വെക്കുന്നത്? ഇവരുടെ മീറ്റപ്പ് കഴിഞ്ഞു. എന്തായാലും ഒരാഴ്ച എടുക്കും ബ്രോ, ഒരാഴ്ച എടുക്കും. അവന് സിനിമാറ്റിക്സ് ചെയ്യുന്ന അത്ര എളുപ്പമുള്ള പരിപാടി അല്ല ഗൈസ്. അണ്ണ എന്നോട് 2 വീഡിയോ ഒരുമിച്ച് ഇറക്കാനൊക്കെ ഓരോരുത്തർ പറയുന്നത്. അതെ അതെ, അത് അതേ ഒരിക്കലും നിന്നോട് പറയില്ല. നീ ഒരെണ്ണം ഇറക്കിയിട്ട് 2ാമത്തെ ഇറക്കിയാ മതി പയ്യ മതി. എടാ അവിടെ നിന്നോട്ടോ, അവർ ഈ വഴി വരുവാണെങ്കിലേ ടയർ അടിച്ചും പൊട്ടിച്ചു. ആരൊക്കെയാ പോകുന്നത്? ഇവന്മാർ കുറച്ചുപേര് അധികം പേര് പോകുന്നുണ്ട് ബ്രോ. എന്റെ വീട്ടിൽ ഇതുവരെ ഒരു മെയ്ഡ് സെറ്റ് ആയില്ല. ഞാൻ ഏജൻസിയിൽ കൊടുത്തിട്ടേ ഉള്ളു. അപ്പം ഇനിയിപ്പോ ഇലക്ഷൻ ഇന്ന് ആക്ച്വലി വരായിരുന്ന ഞായറാഴ്ച. അപ്പൊ ഇനിയിപ്പോ ഇലക്ഷനോട് കഴിഞ്ഞ് വോട്ട് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു. എല്ലാവരും സ്വന്തം നാട്ടിൽ വോട്ട് ചെയ്യണ്ടേ. അപ്പൊ മെയ്ഡ് സെറ്റ് ആവാത്തതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇവരെ വൈഫിനെയും കുഞ്ഞിനെയും ഏൽപ്പിച്ചിട്ട് പോകാൻ ആരുമില്ല ഇവിടെ, മനസ്സിലായോ? അതാ പ്രശ്നം. ഫാമിലിയെ കൂട്ടി പോകും. അല്ലടാ ഇപ്പം ദേവൂട്ടനെ കൊണ്ട് ഇപ്പൊ ട്രാവൽ ചെയ്താൽ അവൻ കുറച്ച് വാശിയും ദേഷ്യവും ഒക്കെയാ. അവന് ഇപ്പൊ ട്രാവൽ ചെയ്താൽ ശരിയാവില്ല. അത് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. നല്ല ഓർമ്മയുണ്ട്. അല്ലെങ്കിൽ വീട്ടില് വേറെ നിങ്ങക്ക് പറയാൻ എളുപ്പമോ വീട്ടിൽ പറഞ്ഞു വിടാനൊക്കെ? നീ പെണ്ണ് കെട്ടി നോക്കണ. നീയൊക്കെ പെണ്ണ് കെട്ടി നോക്ക്. ജീവൻ വേറെ രക്ഷയോട്ട് ഓടിക്കോ. വേറൊന്നും ഞാൻ പറയാനില്ല. ഒരു പാൻ വരും ബാക്കി കൂടെ. ഇപ്പൊ ചേച്ചി പോരും. വന്ദേ ഭാരത് കയറ്റി വിടുന്നത് അത് നടക്കുള്ളൂ കേട്ടോ. കൊള്ളുന്നുണ്ടോ? ടയർ അടിച്ചു പൊട്ടിച്ചാ? വാ 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 വാ. ഞങ്ങള് കുഴപ്പമില്ല, വരി വരി. ഒറ്റയ്ക്ക് പോലെ വണ്ടി മറിയാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ വണ്ടി മറിയുന്നല്ലോ. ഏജൻസിയിൽ നിന്ന് ഒരു മെയ്ഡിനെ ഇതാക്കിയായിരുന്നു. നോക്കി നോക്കട്ടെ. ഓക്കെ, ചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. എവിടെയാണ് മാർക്കറ്റ്? അത് മാർക്കറ്റ് എല്ലാരും കൂടി മാർക്കറ്റ് കണ്ടുവിടാ. നിന്റെ മാർക്കറ്റ് വിടാ.
എനിക്ക് കണ്ടോടാ. എടാ മാർക്കുള്ളവര് പോ മാർക്കുള്ളവര് പോ. അടിച്ചോ, ആ റിഡ്ജസ് എടുത്ത് അടിച്ചോ, റിഡ്ജ് എടുത്ത് അടിച്ചോ. ഇറങ്ങി എല്ലാരും ഓൺ ഫുട്ട് ഇറങ്ങിക്കോടാ. അത് വൺ വേ ഉണ്ടാ ഞങ്ങൾ അവിടെ നിന്ന് അടിച്ചോ. ബാക്കിൽ വരുന്നുണ്ടേ. ഇവനടി അവൻ അടിച്ചത് ഇതാക്കി കൊടുത്തോണ്ടോ? അവര് ഓടുവാണോ? എന്താ നമ്മുടെ കത്തി? ഒരാള് കത്തി ഡീമൻ. എടാ ഞാൻ പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞേക്ക് ഈ ഏരിയ കണ്ടാ നമുക്ക് ആ റിഡ്ജ് എടുക്കാം. അവര് നിക്കുന്ന സ്ഥലം കണ്ട ആ ഏരിയ നിക്കണം. അതാ പുഷി അതാ പറഞ്ഞത്. നമുക്ക് ഒരു നല്ല സ്ഥലം വേണം. അതാ ഞാൻ പറഞ്ഞു ഇവിടെ പുഷി ഇവിടെ ഉള്ളവനെ അങ്ങ് അടിച്ചോ. അതെ ഇവിടെ അടിച്ചോ. ഞങ്ങളിവിടെ ഓൺ ഫോട്ട് കുത്തി. ബാബാ ഇവിടെ ഓൺ ഫുട്ട് ഇറങ്ങി. ഈ മല കുത്തിയടി മല ബാബാ. എല്ലാരും ഇറങ്ങി അടിയടാ. വണ്ടി വരുമെന്ന് തോന്നുന്നു. അടിച്ചടി ലെഫ്റ്റിലോട്ട് കറങ്ങി വാ. നീ മാർക്ക് നോക്കി വാ. മൈൻഡ് എടാ ഡബിൾ കോള് പറയല്ലേ. അത് ലെഫ്റ്റ് കുത്തടാ. ഞാൻ പറഞ്ഞേക്ക് ഇങ്ങോട്ട് കുത്ത്. ബാബാ ഇങ്ങോട്ട്. എടാ ഫ്രണ്ടിലോട്ട് ഞാൻ വരുന്നിടത്തോട്ട് വാ. ഇവനെ കുത്തിയടി. ഇവൻ ഈ മല സെക്കം പോകുന്നിടത്ത് വാ. കഴിഞ്ഞ് വാ അടി. ബാബാ ഇവനുള്ളടി ബുഷിക്കാണേ. വെയിറ്റ് ഈ ബുഷിൽ ഒരുത്തൻ കാണും. നോക്ക് ഒന്ന് കോള് വെയിറ്റ്. ഒന്ന് വെയിറ്റ് ഇടാ. 1 2 3 4 5 6 7 8 തിരിച്ച് വണ്ടി കയറി. അത് കുഴപ്പമില്ല. തിരിച്ച് വണ്ടി കയറി. അതെ ഈ റിഡ്ജ് എടുത്തിട്ട് തന്നെ അവനെ അങ്ങ് അടിച്ചുവിട്. നിങ്ങൾ കുത്തുവാണ് ഓൺ ഫുട്ട് പറ. നല്ല കോളടാ. അവിടെ കോൾ ഡൈവേർട്ട് മാർക്ക് നോക്ക്. അടി സാറിന്റെ വണ്ടിയിൽ ആരെങ്കിലും ഉണ്ടോ? ആ കുത്താണ്. അടിയടാ അവനെ. കുത്തിയടി. അടിച്ചു കയറ്റി. അടിച്ചങ്ങ് കൊല്ല്. ഞാൻ പറഞ്ഞില്ല ഇത് വേറെ ലോബിയാന്ന്. അടിച്ചു കൊട്. ഒടിച്ചു വിടറാ. മനസ്സിലായോ? ലോബിയാ. നിന്റെയൊക്കെ ഇന്നത്തെ ലൈവ് ഇടുന്നതിന് മുമ്പത്തെ നിന്റെയൊക്കെ കോൺഫിഡൻസ് എവിടെ കുത്തുന്നത് നമ്മൾ തീരുമാനിക്കും. നിന്റെയൊക്കെ കോൺഫിഡൻസ്. എന്നെ കൂടെ ഇടിയടാ അവനെ ഓടിച്ചിട്ട് ഇടിക്കണം. അയ്യോ എന്റെ പൊന്നെ ഇടിക്കില്ലേ എന്റെ കുഞ്ഞിനെ ജ്യൂസ് കുടിച്ചാലോ നമുക്ക്? ഇത്തിരി ജ്യൂസ്. അയ്യോ അടിക്കലോ മക്കളെ എന്റെ പാവങ്ങളെ. അയ്യോ ഇത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ്. ഇവന്മാരുടെ ഒക്കെ കഴപ്പ് ചില്ലറ അല്ലായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവന്മാരുടെ കഴ കുറച്ച് ദിവസമായിട്ട് ഇത് ചെറുതൊന്നും അല്ലായിരുന്നേ. 15 പേരെ അലവാണ്. ഒരാളൊരു വീണിട്ടില്ലേ നമ്മുടെ. അവന്റെയൊക്കെ ലോബി ഇത് പറയാണ്. അവന്റെയൊക്കെ ഇന്നത്തെ ഇത് കാണണമായിരുന്നു. കോൺഫിഡൻസ് ഇല്ല. ഇത് തുടങ്ങുന്നതിന് മുമ്പ്, വാർ തുടങ്ങുന്നതിന് മുമ്പ് അവന്റെയൊക്കെ സമയത്തിന് നമ്മൾ നോക്കിയിരിക്കണം. അവിടെ നിന്ന് നീ കുറച്ചേരം കര.
ഇവന്മാര് കുറച്ച് ദിവസമായി അന്ന് തൊട്ട് ഞാനിത് റീബിൽഡ് ചെയ്തതിന് ശേഷം മനസ്സിൽ ആദ്യം വിചാരിച്ചിരുന്ന സാധനമാണ് ഇവന്മാർക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എടാ അറിയില്ല ഒരുത്തന് പോലും എടുക്കാൻ പറ്റില്ല.